1790 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബാങ് ദിവാലി സെയിലും 1490 കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ. 1500 ആയിക്കോട്ടെ 2000 ആയിക്കോട്ടെ, ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ മേടിച്ചാൽ വർത്ത് ബാങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോൾ എന്നോളൂ, അവിടെ നിങ്ങൾക്ക് മേടിക്കാൻ. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. കൂടാതെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി നോമോ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാഷ് സ്ട്രാപ്പുകൾ സഹിതം അവൈലബിൾ ആണ്. എന്തായാലും ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോയുടെയും ആ ഒരു കേസ് കവേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും ഇപ്പോൾ ബഡ് മേടിക്കാൻ ആയിക്കോട്ടെ, ഇനി അല്ല ബഡ്സിന്റെ ഒരു കേസ് കവർ മേടിക്കാൻ ആയിക്കോട്ടെ, ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്, കോമ്പാക്ട് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ജസ്റ്റ് ഒരു 42.5 ഗ്രാംസിനകത്ത് മാത്രമാണ് ഇൻക്ലൂഡിംഗ് ബഡ്സ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഓപ്പോയുടെ ലോഗോ ഫ്രണ്ടിലുണ്ട്, തൊട്ടടിയിലായിട്ടൊരു LED ഇൻഡിക്കേറ്ററും ഏറ്റവും അടിയിലൊരു ടൈപ്പ് സി പോർട്ടും കാണാം. പിന്നെ ഈ ഒരു ലിഡിന് താഴെയുള്ള ഒരു വെള്ള സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് LED ലൈറ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമാണ്. പിന്നെ കേസ് ആക്ച്വലി മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റഫ് യൂസ് ചെയ്താൽ പോലും പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ ഈ സാധനം തറയിൽ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ, ഫിസിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ പാടാണ്. സോ ഇതുപോലൊരു കേസ് കവർ അങ്ങോട്ട് വാങ്ങിച്ച് കിട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പരിഹാരം കണ്ടെത്താം. എന്തായാലും പ്രീമിയം ക്വാളിറ്റി കേസ് കവേഴ്സ് നമ്മുടെ ദീപ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിന്റെ മാത്രമല്ല പല മോഡൽസുകളുടെയും അവൈലബിൾ ആണ്. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. 560 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു കേസിലുള്ളത്. സോ അപ് ടു 54 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 4 മണിക്കൂർ നമുക്ക് പ്ലേ ടൈം കിട്ടുന്നതാണ്. 2 hours 100% ചാർജ് ആകാനായിട്ട്. കൂടാതെ 5 വാട്ട്സിന്റെ ലോ പവർ അഡാപ്റ്റർ ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് ചാർജ് ചെയ്യാനായിട്ട്. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡിലൂടെ ഇരിപ്പുണ്ട്. അതിന് മുന്നേ ആ ഒരു ലിഡ് ക്വാളിറ്റി പറയണമെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. എന്നാൽ അടച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ആക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ക്വാളിറ്റി ഇഷ്യൂ പോലെ ഉണ്ട്. ബട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അടയ്ക്കാനൊന്നും ഒരു പ്രശ്നമില്ല, നല്ല സ്ട്രോങ് ആണ്. നമ്മൾ എത്ര ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ആക്കി കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു പോകാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കൂടാതെ നിങ്ങളുടെ മൊബൈൽ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പുതുതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു വിൻഡോ പോപ്പപ്പ് ആയി വരും. 1 ടാപ്പിൽ നമുക്ക് കണക്റ്റും ചെയ്യാൻ സാധിക്കും. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ബഡുകൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽമി ബഡ്സ് T3 ഉണ്ടല്ലോ, അതിന്റെ ഒരു റെപ്ലിക്ക പോലെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈവൻ നമ്മുടെ ആ ഒരു ടച്ച് സെൻസേഴ്സിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, അതുപോലും സെയിം ലൈക്ക് T3. പിന്നെ ഇവർ രണ്ടുപേരും ഒരേ ഫാമിലിയിൽ നിന്നാണ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നാൽ ഓപ്പോ ആക്ച്വലി നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. റിയൽമിയുടെ T3 ആയിക്കോട്ടെ, അല്ല T200 ലൈറ്റ്, ആ ഒരു സീരീസ് എല്ലാം തന്നെ ചൈനയിൽ നിന്നാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഡിസൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നേ കുഴപ്പമൊന്നുമില്ലല്ലോ. സോ അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് എടുത്ത് പറയാൻ വേണ്ട. എന്തായാലും ഒരു ഫുള്ളി മാറ്റ് ഫിനിഷ് ഡിസൈനോട് കൂടിയിട്ടാണ് ഇയർബഡുകൾ കാണാൻ സാധിക്കുക. 12.4 mm ബേസ് ബൂസ്റ്റ് ഡ്രൈവേഴ്സ് തന്നെയാണ് ഈ 2 ഇയർബഡുകളും വരിക. കൂടാതെ സിംഗിൾ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത് 12 മണിക്കൂറാണ്. എന്നാൽ അതൊരു 50 to 60% പാട്ട് കേട്ടാൽ മാത്രമാണ് ആ ഒരു കണക്കിലേക്ക് എത്തുക. എന്നാൽ നിങ്ങളൊരു 100% പാട്ട് കേൾക്കണമെങ്കിൽ ഈ 12 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6 or 7 ഒക്കെ മണിക്കൂറിലേക്ക് എത്തും. പക്ഷേ 100% കേൾക്കാതിരിക്കുന്നതാണ് നമ്മുടെ ചെവിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി ആ ഒരു വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇതേ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ T3 ഡിസൈൻ, അതുകൊണ്ട് തന്നെ അതേ ഒരു വെയറിംഗ് കംഫർട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കൊണ്ട് ചെവി വെക്കുമ്പോൾ തന്നെ എടുത്തുണ്ട്. സോ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ട് കേൾക്കുക, മൂവീസ് കാണുക, അല്ലെങ്കിൽ ഒരാൾക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്രൗഡ് പെട്ടെന്ന് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. എന്നാൽ അങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതങ്ങോട്ട് ഊരി ഇയർബഡിലേക്ക് വെച്ചിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്ത് ANC ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നുള്ളൊരു സംഭവം ഇല്ല. പിന്നെ നോർമലി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു 32 dB ആണ്. അതിപ്പോൾ ഔട്ട് സൈഡിൽ പോയിട്ട് ഓൺ ആക്കുവാണെങ്കിൽ അത് ഓൺ ആക്കിയെന്ന് പോലും ഒരു അവസ്ഥ നമുക്ക് അറിയത്തില്ല. അതൊക്കെ ആക്ച്വലി ഈ 32 dB വരെയുള്ള ആക്ച്വലി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞത് ഇൻഡോറിലായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അതിന് മുകളിൽ ഒരു 40 അല്ലെങ്കിൽ 50 ഒക്കെയാണ് കുറച്ച് അത്യാവശ്യം അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സോ ഉറപ്പായിട്ടും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിട്ട് കളയുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആകുന്നുണ്ട്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ പാട്ടുകൾ കേൾക്കാൻ സാധിക്കും 100% വോളിയത്തിൽ. എന്നാൽ ഞാൻ വീണ്ടും പറഞ്ഞത് 100% നമ്മൾ പാട്ടുകൾ കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരു 80% നിങ്ങൾ ഒരു ബേസ് ലവറൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ അതുപോലെ ഇട്ട് കഴിഞ്ഞാലേ ആ ഒരു ബേസിന്റെ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. സോ നിങ്ങൾ 100 എടുക്കാതെ ഒരു 90, 80 വെച്ച് കേൾക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ബേസ് നല്ല രീതിക്ക് തന്നെ ഡോമിനേറ്റഡ് ആണ്. പിന്നെ ഇവരുടെ ആ ഒരു ഹേ മെലഡി ആപ്പ് വഴി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് EQ ഒക്കെ കസ്റ്റമൈസ്
ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മളുടേതായിട്ടുള്ള രീതിക്ക് ഈ ഒരു ബട്ടനെ നമുക്ക് മെരിച്ചുകൊണ്ട് വരാൻ പറ്റും. സോ അതൊക്കെ തന്നെ ആ ഒരു ഹേ മെലഡി ആപ്പ് ഞാൻ പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് അങ്ങോട്ട് കാണിച്ചു തരാം. ഇത് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോയിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻറ്റോള് ഞാൻ ആക്ച്വലി നോർമലിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് എത്ര മൈക്ക് ഉണ്ട് എന്നുള്ളൊരു സംഭവം എവിടെയും തന്നെ എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഡ്യുവൽ മൈക്ക് ആയിരിക്കണം. എന്തായാലും ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ നമ്മളൊരു കോളിംഗ് പർപ്പസിന് വേണ്ടി മേടിക്കുവാണെങ്കിൽ അത് വർത്ത് ബൈങ് ആകോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ്. കൂടാതെ ഇതിനകത്ത് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. അതായത് അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇവിടെ നമുക്കുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു ഹെവി റെയിനിലായിക്കോട്ടെ, ഇനി കുളിക്കുന്ന സമയത്ത് വെച്ചിട്ട് പാട്ട് കേട്ടാൽ പോലും ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ വാട്ടർ ആക്ടിവിറ്റിക്ക് പോകുമ്പോഴത്തേക്ക് ഉപ്പുവെള്ളത്തിലാണ് പോകണമെങ്കിൽ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി നമ്മുടെ ഹേ മെലഡി ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവേ. എന്തായാലും ഞാൻ ഇവിടെ ആപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ ഒരു ഫോട്ടോ സഹിതമുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് 100% ബാറ്ററി ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അത് ഇയർബഡുകളിൽ കേട്ടോ. അത് ഞാൻ ആക്ച്വലി ഡിറ്റാച്ച് വെച്ചേക്കുന്നതുകൊണ്ടാണ്. എന്നാൽ കണ്ടോ കേസിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഇതേ കണ്ടോ കേസിന്റെ എത്ര പെർസെൻറ്റേജ്, കേസിന്റെ ബാറ്ററി പെർസെൻറ്റേജ് സഹിതം ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ EQ മോഡ്സ്, സൗണ്ട് മാസ്റ്റർ EQ, ബേസ് ബൂസ്റ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ക്ലിയർ വോക്കൽ, ഒറിജിനൽ സൗണ്ട് എന്തുകൊണ്ടും ചെയ്യാം. കൂടാതെ ആഡ് ഈക്വലൈസർ ഇവിടെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് EQ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ 47 ms ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഇവിടെ വന്നിട്ട് ഓൺ ഓഫ് വെക്കാം. ഡ്യുവൽ കണക്ഷൻ സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ഓഫ് വെക്കാം. കൂടാതെ ഫൈൻഡ് മൈ ഇയർബഡ്സ് മോർ സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ അലർട്ട് സൗണ്ട് വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. കൂടാതെ രണ്ടാമത്തെ ടാബ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടാതെ ഫേംവെയർ അപ്ഡേറ്റ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. കൂടാതെ ഇയർബഡ്സ് കൺട്രോൾസിൽ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. സോ അത് കൂടുതലായിട്ട് എടുത്ത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടച്ച് സെൻസേഴ്സ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കസ്റ്റമോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ എബൌട്ടിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ആപ്പിന്റെ വേർഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ഹേ മെലഡി ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 47 ms അൾട്രാ ലോ ലേറ്റൻസി മോഡ് ഈ BGMI പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ആയിട്ട് കൈ ട്രിഗറിന് എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടല്ലേ. എന്തായാലും ഇനി എന്തായാലും നമ്മുടെ സിംഗിൾ ടാപ്പ് അടിച്ചുകൊട്ടെ. അത് പെർഫെക്റ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. എന്തായാലും 47 ms ആ ഒരു മാക്സിമം ആ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. കാരണം SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു 47 ms ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആക്കിയത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോയെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് കുറച്ച് കാര്യങ്ങൾ വന്നത്. 1499 ആയിക്കോട്ടെ, ഇനി നല്ല 1799 ആയിക്കോട്ടെ. ചിലപ്പോൾ ഓഫർ സമയമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ഇതൊരു 1999 എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും 2000 രൂപയ്ക്കുള്ളായിക്കോട്ടെ, 1500 രൂപയ്ക്കുള്ളായിക്കോട്ടെ, ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും 1500 രൂപയ്ക്കുള്ളിൽ കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ എന്നുള്ളിൽ വേറൊരു സംശയമല്ല. എന്നാൽ 2000 രൂപയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് മറ്റുള്ള കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ റിയൽമി ബഡ്സ് T310, 2 CMF by Nothing ബഡ്സ് 2, കൂടാതെ ബഡ്സ് 2S. സോ മെനി ഓപ്ഷൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ 2000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു ഓപ്പോയുടെ പ്രോഡക്റ്റ് മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ 1500 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നെങ്കിൽ വർത്ത് ബൈങ് എന്നുള്ളിൽ വേറൊരു സംശയമല്ല. പിന്നെ റിയൽമി ബഡ്സ് T200 ലൈറ്റ് മേടിക്കണോ, ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 2 മേടിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള മോഡൽ, കൂടുതൽ ഒരു പ്രീമിയം ടച്ച് ഉള്ള പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോ തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ നമ്മുടെ T200 ലൈറ്റ് ഇരിപ്പുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു അത്യാവശ്യം നല്ല കോമ്പാക്ട് ആയിട്ടുള്ളത്, നല്ല പ്രീമിയം ലുക്കും ഒക്കെ ഉള്ളത് ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോയ്ക്ക് തന്നെയാണ്. സോ ഉറപ്പായിട്ടും 1500 രൂപയ്ക്കുള്ളിൽ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഇത് 1000 രൂപയ്ക്ക് പലപ്പോഴും വരാറുണ്ട് ഓഫർ സമയങ്ങളിൽ. സോ അങ്ങനെ അല്ലെങ്കിൽ 1100 വരാറുണ്ട്. സോ നിങ്ങളുടെ ബജറ്റ് അതാണെങ്കിൽ ഉറപ്പായിട്ടും T200 ലൈറ്റ് തന്നെയാണ് ബെറ്റർ. എന്നാൽ 1500 ബജറ്റ്, 1500 രൂപയ്ക്കും ഉള്ളിലുള്ള സാധനം മേടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പോ എൻകോ ബഡ്സ് 3 പ്രോയും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 3നെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.